യുകെയിൽ ഇപ്പോൾ വീട് വാങ്ങാൻ പറ്റിയ സമയമാണോ? കഴിഞ്ഞ ജൂലൈ മുതൽ വീടിന്റെ വിലയിൽ കാര്യമായ വർധനമാണ് രാജ്യമെങ്ങും രേഖപ്പെടുന്നത്. വീടുകൾക്ക് ഏറ്റവും വില കുറവുള്ള യുകെയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? വീട് വാങ്ങാനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കഴിഞ്ഞ 2 വർഷക്കാലമായി യുകെയിലെ വീടുകളുടെ വിലയിൽ കാര്യമായ കുറവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. തുടർച്ചയായി വീടിന് വില ഇടിയുന്ന സാഹചര്യമുണ്ടായി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് മൂലം ലോൺ എടുത്ത് വീട് വാങ്ങുന്നവർക്കുള്ള തിരിച്ചടവ് വർദ്ധിച്ചതാണ് പലരെയും വീട് വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. 5.25% ഉണ്ടായിരുന്ന പലിശ നിരക്ക് 5% ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ചു. വീണ്ടും പലിശ നിരക്ക് കുറയുമെന്ന വാർത്തകൾ വരുന്നതോടെ വീടുകളുടെ വില രാജ്യവ്യാപകമായി വർദ്ധിക്കാനും ആരംഭിച്ചു. യുകെയിൽ 6 മാസമെങ്കിലും വർക്ക് വിസയിലുള്ളവർക്ക് വീട് വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. ബാങ്കുകൾ ലോൺ നൽകുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ 2 വർഷമെങ്കിലും യുകെയിൽ താമസിച്ചവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭിക്കുന്ന പുതിയ സാഹചര്യങ്ങളുമുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം ലോണുകളാണ് ലഭിക്കുക. 30-35 വർഷം കൊണ്ട് മാത്രം തിരിച്ചടയ്ക്കേണ്ട ലോണുകൾ. ആ സാഹചര്യത്തിൽ ഇപ്പോൾ വാടക നൽകുന്നവർക്ക് അതിനേക്കാൾ കുറഞ്ഞ തുക മോർഗേജ് അടച്ചുകൊണ്ട് വീട് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മിക്കവരും തന്നെ വീട് വാങ്ങാനും തയ്യാറാകുന്നത്. യുകെയിലെ പ്രധാന ഗവൺമെന്റ് ഏജൻസിയായ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് വീടുകൾക്ക് ഏറ്റവും വില കുറവുള്ള പ്രദേശമായി ബ്ലാക്ക്പൂൾ സണ്ടർലാൻഡ് ഏരിയയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1,20,000 പൗണ്ടിൽ താഴെ മാത്രം വിലയുള്ള വീടുകൾ ധാരാളമായി ഇവിടെ ഇപ്പോഴും വിൽപ്പനയ്ക്കുണ്ട്. പുതിയ ഡേറ്റ അനുസരിച്ച് 1,14,000 മുതൽ 1,19,000 പൗണ്ട് വരെ മാത്രമാണ് ഇവിടുത്തെ വീടിന്റെ ആവറേജ് വില. വീടിന്റെ വില മാത്രമല്ല, മറ്റ് പല സൗകര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും എളുപ്പത്തിൽ ഫസ്റ്റ് ടൈം ബയേഴ്സിന് വീട് വാങ്ങാൻ കഴിയുന്ന ഏരിയകളായി ബ്ലാക്ക്പൂൾ സണ്ടർലാൻഡ് ഏരിയ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാന കാരണം സാലറി ഗ്രോത്ത്, മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും ബ്ലാക്ക്പൂളിലെ ശരാശരി സാലറി ഗ്രോത്ത് 10% ആണ്. അതുമാത്രമല്ല, സെക്കൻഡ് ഗ്രീനസ്റ്റ് ഏരിയയാണ് സണ്ടർലാൻഡ്. മറ്റൊരു പ്രധാന ഏരിയയാണ് ആദ്യമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്കൺഷെയർ തിരഞ്ഞെടുക്കാം. 1,68,000 പൗണ്ട് മാത്രമാണ് ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ്. വീടിന്റെ വില മാത്രമല്ല പലപ്പോഴും പലരും പരിഗണിക്കുക, അവിടുത്തെ സൗകര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ബയേഴ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ലിങ്കൺഷെയർ. ഫസ്റ്റ് ടൈം ബയേഴ്സ് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന മറ്റൊരു പ്രദേശമാണ് ഈസ്റ്റ്ബോൺ. ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ് 2,91,000 പൗണ്ട് മാത്രമാണ്. എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് മാത്രമല്ല, സാലറി ഗ്രോത്ത് 15%-ലധികവും. അടുത്ത ഏറ്റവും നല്ല പ്രദേശമാണ് യോർക്ക്. ആവറേജ് ഹൗസ് പ്രൈസ് 2,68,000 പൗണ്ട് മാത്രം. കൂടുതൽ പേർ തെരഞ്ഞെടുക്കുന്ന മറ്റൊരു സ്ഥലമാണ് എക്സിറ്റർ. ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ് 2,58,000 പൗണ്ടാണ്. എന്നാൽ ആനുവൽ സാലറി ഗ്രോത്ത് ഇവിടെ അധികമില്ല. ജോലി ചെയ്യുന്നവരുടെ ആനുവൽ സാലറി ഗ്രോത്ത് 5%-ൽ താഴെയാണ് ഈ പ്രദേശത്ത് രേഖപ്പെടുത്തുന്നത്. എങ്കിലും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട്. ആദ്യമായി വീട് വാങ്ങുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരും തിരഞ്ഞെടുത്ത മറ്റൊരു പ്രദേശമാണ് ഓക്സ്ഫോർഡ്. ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ് ഇപ്പോൾ 4 ലക്ഷം പൗണ്ടോളമാണ്. കൂടുതൽ പേർ ചൂസ് ചെയ്യാനുള്ള കാരണം എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു പ്രധാന സിറ്റി കൂടിയായതുകൊണ്ട്. ബാത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് സോമർസെറ്റ് ആണ് മറ്റൊരു പ്രധാന ഏരിയ. ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ് 3,88,000 പൗണ്ടാണ്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം പേർ സെലക്ട് ചെയ്ത മറ്റൊരു പ്രദേശമാണ് ബോൺമൗത്ത്, ക്രൈസ്റ്റ് ചർച്ച് ആൻഡ് പൂൾ ഏരിയ. 2,59,000 പൗണ്ടാണ് ഇവിടുത്തെ ആവറേജ് പ്രൈസ്. ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് യുകെയിലെ ആവറേജ് ഹൗസ് പ്രൈസ് 2,81,000 പൗണ്ട്. ഇപ്പോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ചുള്ള വിവരങ്ങളാണിത്. ഇത് എല്ലാ സിറ്റികളെയും ഗ്രാമങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആവറേജ് ഹൗസ് പ്രൈസ് ആണിത്. യുകെയിലെ ആവറേജ് ഹൗസ് പ്രൈസ് 2,81,000 പൗണ്ടാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ആവറേജ് ഹൗസ് പ്രൈസ് 3,02,000 പൗണ്ടാണ്. ഓരോ വർഷവും ഇംഗ്ലണ്ടിൽ വീടിന് ശരാശരി വില വർദ്ധിക്കുന്നത് 2.2%. കഴിഞ്ഞ കുറെ കാലമായി വീടുകൾക്ക് വില കുറഞ്ഞിരുന്നു. എങ്കിലും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അടുത്ത കാലത്തായി വീടിന് വില വർദ്ധിച്ചത് 1.3%. യുകെയിൽ വീടിന് ഏറ്റവും അധികം വിലയുള്ളത് ലണ്ടൻ ഏരിയയിൽ തന്നെയാണ്. ആനുവൽ ഹൗസ് പ്രൈസ് ഗ്രോത്തും ഏറ്റവും കൂടുതലുള്ളത് ലണ്ടനിൽ തന്നെ. 3.9% ഓരോ വർഷവും ശരാശരി ലണ്ടനിൽ വീടിന് വില വർദ്ധിക്കുന്നത്. വീടിന് വില വർദ്ധിക്കുന്ന ഏരിയയിൽ വീട് വാങ്ങുക തന്നെയാണ് ഏറ്റവും നല്ലത്. 8 വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നമ്മൾ വീട് വാങ്ങിയ ലൊക്കേഷനിൽ ആവറേജ് വീടിന് വില 4 ലക്ഷം പൗണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 6.5 ലക്ഷം പൗണ്ടാണ്. അത്രയധികം വില വർധനവ് ഈ 8 വർഷങ്ങൾക്കിടയിലുണ്ടായി. 8 വർഷം മുമ്പ് നമ്മൾ ലോൺ എടുത്ത് വീട് വാങ്ങിയെങ്കിൽ 8 വർഷങ്ങൾ കൊണ്ട് തന്നെ മോർഗേജ് പൂർണ്ണമായി അടച്ച് മോർഗേജ് ഫ്രീ ആകാനും പറ്റി. ഒരു ലൊക്കേഷനിലുള്ള എല്ലാ വീടുകൾക്കും ഒരേ വിലയല്ല. ആ വീടിന്റെ കണ്ടീഷൻ അനുസരിച്ച് വീടിന് വില വ്യത്യാസവും ഉണ്ടാകും. അഡീഷണലായി കൂടുതൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്ത വീടുകൾക്ക് വില കൂടുതലും ഉണ്ടാകും. വീട് വാങ്ങുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വർഷങ്ങളായി ഒട്ടും മെയിൻ്റനൻസ് ചെയ്യാത്ത വീടുകൾക്കൊക്കെ വില തീരെ കുറവാണ്. റെഡി ടു ലിവ് ഇൻ ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് വീട് വാങ്ങുകയാണ് ഏറ്റവും നല്ലതും. യുകെയിൽ വീടുകൾക്ക് ഏറ്റവും വില കുറവുള്ള പ്രദേശമാണ് നോർത്തേൺ അയർലൻഡ്. ഇപ്പോഴും ആവറേജ് ഹൗസ് പ്രൈസ് ഏകദേശം 2 ലക്ഷം പൗണ്ട് മാത്രമാണ് അവിടെ. പ്രധാന സിറ്റിയിൽ നിന്ന് മാറുകയാണെങ്കിൽ 1.5 ലക്ഷം പൗണ്ടിൽ താഴെ വീട് വാങ്ങാൻ പറ്റിയ ഒട്ടേറെ ഏരിയയുമുണ്ട്. യുകെയിലെ പൊതു സാഹചര്യത്തിൽ വ്യത്യസ്ത തരം വീടുകളാണുള്ളത്. അറ്റാച്ച്ഡ് ഹൗസ്, ഡിറ്റാച്ച്ഡ് ഹൗസ്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്, ബംഗ്ലോ, അതുകൂടാതെ ഫ്ളാറ്റുകളും ധാരാളമുണ്ട്. പ്രധാന സിറ്റിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഫ്ളാറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബ്രിസ്റ്റോളിലെ ഹാർബറിലാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ സൈഡിലെല്ലാം ധാരാളം ഫ്ളാറ്റുകളാണ്. വീടുകൾക്ക് അനുമതിയില്ല. എന്നാൽ ഇതിന് മറുവശത്ത് ധാരാളം വീടുകളാണുള്ളത്. ഇതുപോലുള്ള ഗ്രീൻ ഏരിയയിൽ നിരവധി വീടുകൾ ആ ലൊക്കേഷനിലുണ്ട്. പ്രധാന സിറ്റികളിൽ കൂടുതലായും
ഫ്ളാറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ കമ്പാരിറ്റീവ്ലി വീടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫ്ളാറ്റുകൾക്ക് വില കുറവുമാണ്. 2024 ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലെയും ആവറേജ് ഹൗസ് പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് ഈസ്റ്റ് മിഡ്ലാൻഡ്സിലാണ് വീട് വാങ്ങുന്നതെങ്കിൽ ആവറേജ് ഹൗസ് പ്രൈസ് 2,46,000 പൗണ്ടാണ്. ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ 3,38,000. എന്നാൽ ലണ്ടൻ ഏരിയയിലെ ആവറേജ് ഹൗസ് പ്രൈസ് 5,23,000 പൗണ്ടാണ്. ലണ്ടനും ഗ്രേറ്റർ ലണ്ടൻ ഏരിയയും എല്ലാം കൂടി ചേർന്നുള്ള ആവറേജ് ഹൗസ് പ്രൈസ് ആണിത്. സെൻട്രൽ ലണ്ടൻ ഏരിയയിൽ പ്രധാന ലൊക്കേഷനിലാണെങ്കിൽ വീട് വാങ്ങുന്നതിന് ഏകദേശം 2 മില്യൺ പൗണ്ടോളം നൽകണം. എന്നാൽ അവിടെ നിന്ന് അരമണിക്കൂർ മാറുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം പൗണ്ട് വരെ നൽകിയാൽ വീട് വാങ്ങാനാകും. ഏറ്റവും പുതിയ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് പ്രൈസ് ഗ്രോത്ത് ഉള്ള സ്ഥലങ്ങളിൽ വീട് വാങ്ങുകയാണെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് വീട് ഏൺ ചെയ്യും. വീടിന്റെ പ്രൈസ് ഗ്രോത്ത് അത്രയധികം ഉണ്ടാകും. വീടിന് വില കുറവുള്ള മറ്റൊരു ഏരിയയാണ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്. ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ് 1,62,200 പൗണ്ട്. നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ ശരാശരി വീടിന് വില 2,18,000 പൗണ്ട്. യോർക്ക്ഷയർ ഹംബർ ഏരിയയിൽ ശരാശരി പ്രൈസ് 2,09,000 പൗണ്ട്. യുകെയിൽ വരുന്നവർ പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് വീട് വാങ്ങുകയാണോ അതോ കുറെ കാലം വാടകയ്ക്ക് താമസിക്കുകയാണോ, പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിച്ചതിന് ശേഷം വീട് വാങ്ങുകയാണോ നല്ലതെന്നുള്ളത്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ വീട് വാങ്ങുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ യുകെയിൽ വർക്ക് വിസയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ റെന്റ് ആയിരിക്കും അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ റെന്റ് അവരുടെ വീടിന്റെ മോർഗേജായി അടയ്ക്കാം. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുകയും ചെയ്യും. 5 വർഷം കഴിഞ്ഞ് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിച്ചതിന് ശേഷമാണ് പലരും വീട് വാങ്ങാൻ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ പേരും യുകെയിലെത്തി 6 മാസം കഴിയുമ്പോഴേക്കും വീട് വാങ്ങുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. എന്നാൽ നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട് വാങ്ങിയതിന് ശേഷം മോർഗേജ് ലോണുകൾ എത്രയും വേഗം തിരിച്ചടച്ച് മോർഗേജ് ഫ്രീ ആകാനും പറ്റും. 2 പേർ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാളുടെ സാലറി മോർഗേജിനായി മാറ്റിവെക്കാം. ആ ഒരു സാഹചര്യത്തിൽ 7-8 വർഷങ്ങൾക്കുള്ളിൽ തന്നെ മോർഗേജ് മുഴുവനായി അടച്ചു തീർത്ത് മോർഗേജ് ഫ്രീ ആയി മാറാനും പറ്റും. ഇപ്പോൾ നമ്മൾ വീട് വാങ്ങിയ സമയത്ത് ഒട്ടേറെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന് ഏകദേശം 1.5 ലക്ഷത്തോളം പൗണ്ട് മെയിൻ്റനൻസ് വർക്കിനായി ചെലവാക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലും 7 വർഷങ്ങൾ കൊണ്ട് തന്നെ മുഴുവൻ മോർഗേജും തിരികെ അടയ്ക്കാനും നമുക്ക് കഴിഞ്ഞു. 2 പേർ ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ സാലറി മോർഗേജ് ലോൺ തിരിച്ചടയ്ക്കാനുമായി മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ പൂർണ്ണമായും തിരിച്ചടയ്ക്കാനുമാകും. 13 വർഷം മുമ്പ് നമ്മൾ യുകെയിൽ വരുന്ന സമയത്ത് സാലറി വളരെ കുറവായിരുന്നു. ആ സാഹചര്യത്തിൽ പലരും പറഞ്ഞത് ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വളരെ എക്സ്പെൻസീവ് ആണ്, ഒരു കാരണവശാലും ലണ്ടൻ ചൂസ് ചെയ്യരുത്, ലണ്ടനിൽ താമസിക്കുകയാണെങ്കിൽ വീട് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, വീട് വാങ്ങിയാൽ തന്നെ ജീവിതകാലം മുഴുവൻ മോർഗേജ് തിരിച്ചടയ്ക്കണം, നമ്മൾ ജോലി ചെയ്യുന്ന സാലറി മുഴുവൻ ബാങ്കിലോട്ട് ലോൺ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇത്തരം ഒട്ടേറെ നെഗറ്റീവ് വാർത്തകളൊക്കെയുള്ള സമയത്താണ് ഞാൻ ലണ്ടൻ ചൂസ് ചെയ്തതും ലണ്ടനിൽ താമസിച്ചതും. കൃത്യമായി ഫൈനാൻസ് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിന് യുകെയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായ കാര്യമല്ല. പലപ്പോഴും പലരും ചെയ്യാറുള്ളത് യുകെയിൽ വന്നതിന് ശേഷം നാട്ടിൽ വീട് വാങ്ങുക, നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങുക, കൂടുതൽ ക്യാഷും കേരളത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവിടെ വലിയ കടത്തിലാവുകയും ചെയ്യും. ആ സാഹചര്യം ഒഴിവാക്കി ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളത് യുകെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് വീട് വാങ്ങിയാലും പിന്നീട് ആ ബാങ്ക് ലോൺ എത്രയും വേഗം തിരിച്ചടയ്ക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. 30-35 വർഷക്കാലം കൊണ്ട് മാത്രം ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷനുകളാണ് ബാങ്ക് നൽകുന്നതെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സാലറിയുടെ നല്ലൊരു ശതമാനവും ബാങ്കിലെ ലോൺ തിരിച്ചടയ്ക്കുന്നതിനായി മാറ്റിവെക്കേണ്ടി വരും. ഇത് ജീവിതകാലം മുഴുവൻ നമ്മൾ കടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ലോണുകളൊക്കെ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഫ്രീഡമാണ് യുകെയിൽ ലഭിക്കുക. ധാരാളം മലയാളികളാണ് ഈ രീതിയിൽ 8-10 വർഷം കൊണ്ട് വീടിന്റെ ലോൺ തിരിച്ചടച്ചിട്ടുള്ളതും. പലരും പറയാറുള്ള കാര്യമാണ് യുകെയിലെ ജീവിത ചെലവുകളൊക്കെ വർദ്ധിച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലോണുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ബാൻഡ് 5 നേഴ്സിന്റെ അവർലി സാലറി 10.9 മാത്രമായിരുന്നു. അതിൽ വലിയ വർധനവുണ്ടായി. ഇപ്പോൾ യുകെയിലെ സാലറി ഏകദേശം ഇരട്ടിയോളമായി വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു 10-12 വർഷത്തിനിടയിൽ എല്ലാ മേഖലകളിലും സാലറി വർദ്ധിച്ചു. വലിയ ആനുവൽ സാലറി ഗ്രോത്ത് ആണ് യുകെയിൽ എങ്ങും ഉണ്ടായത്. ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഹൈ കോസ്റ്റ് ലിവിംഗ് എക്സ്പെൻസ് കൂടി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിറ്റി ഏരിയ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത്. വീടിന്റെ വാല്യൂ ഏറ്റവും അധികം വർദ്ധിക്കുന്നത് സിറ്റി ഏരിയകളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യാം. കൂടുതൽ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.